learners, welcome back to Silent Learning. It's me, Sri Bhama SB. മക്കളെ എന്തൊക്കെയുണ്ടടാ? എല്ലാവരും സുഖല്ലേ, സെറ്റല്ലേ, പൊളിയല്ലേ, പവറല്ലേ? അപ്പൊ വെക്കേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, നിങ്ങൾ വീണ്ടും സ്കൂളിലോട്ട് പോകാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി, കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങി അല്ലേ? അപ്പൊ ഈ 5ാം ക്ലാസ്സിലെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു ടൈമാണ് ഇപ്പൊ. കാരണം എന്താണെന്നറിയാം, ഓണപ്പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്തതായിട്ടുള്ള ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് തകർത്ത് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്ന ഒരു ടൈമാണ് അല്ലേടാ. അപ്പൊ ഓണപ്പരീക്ഷയ്ക്ക് പോലെ എത്ര സിമ്പിൾ ആയിട്ടല്ല ക്രിസ്മസ് എക്സാം. കാരണം ഒന്നാമത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടില്ല. ടെക്സ്റ്റ് ബുക്കിന് വരാൻ കുറച്ച് അതിൻ്റെതായിട്ടുള്ള ടൈമും കാര്യങ്ങളും എടുക്കും. അപ്പൊ സിലബസ് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ പഠിച്ചൊന്നുകൂടെ റെഡി ആക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. കമ്പാരിറ്റീവ്ലി ഓണത്തേക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ വിചാരിച്ച പോലെ മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, നന്നായിട്ട് സെറ്റ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം അല്ലെ. അപ്പൊ ക്രിസ്മസ് എക്സാമിന് ആകെയുള്ളത് വളരെ കുറഞ്ഞ ദിവസങ്ങളിലാണ്. വിരലെണ്ണാവുന്ന കുറച്ച് 80 or 75 ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ആ ഉള്ള ടൈം എഫക്റ്റീവ് ആയിട്ട് പഠിക്കണം വേണ്ടേ. നന്നായിട്ട് അടിപൊളിയായിട്ട് പഠിക്കണ്ടേ നമുക്ക്, അപ്പോഴല്ലേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഫുൾ മാർക്ക് തന്നെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. സോ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുള്ള എല്ലാവരും ഇവിടെ ഉണ്ടാവില്ലോ. എല്ലാവരുടെയും ആഗ്രഹം എന്താ, എനിക്ക് ഫുൾ എ ഗ്രേഡ് വാങ്ങിക്കണം, എനിക്ക് അടിപൊളിയായിട്ട് ക്ലാസ് ഫസ്റ്റ് ആവണം, അങ്ങനെയല്ലേ നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇപ്പോഴേ പഠിച്ച് തുടങ്ങി സെറ്റ് ആക്കിയാൽ മാത്രമേ നമുക്ക് ഫുൾ എ ഗ്രേഡ് വാങ്ങിക്കാൻ പറ്റുള്ളൂ അല്ലെ. എല്ലാ സബ്ജക്റ്റിനും നമുക്ക് വാങ്ങിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ടിപ്പ് വെച്ച് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, നമുക്ക് നോക്കാം. എന്താണ് ടിപ്പ് നോക്കിയാലോ? യെസ്. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് വേണം ഇനിയുള്ള ദിവസങ്ങൾ എന്റെ മക്കൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ, പെട്ടെന്ന് ദിവസങ്ങൾ തീരും. 2-3 മാസം എന്നൊക്കെ പറഞ്ഞ് എന്ന് പറയുമ്പോഴേക്കാണ് പോവുക. അപ്പൊ പ്രോപ്പർ ABCD പ്ലാൻ ഒക്കെ വേണം. എന്നാൽ മാത്രമേ അടിപൊളിയായിട്ട് ഫുൾ എ ഗ്രേഡ് തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റൂ. ജസ്റ്റ് പാസ് ഒന്നും കാര്യമില്ല, പക്ഷെ നമുക്ക് നല്ല മാർക്ക് വാങ്ങിക്കണം, നല്ല അടിപൊളിയായിട്ട് ക്ലാസ് ഫസ്റ്റ് ആവണം എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഒരു പ്രോപ്പർ പ്ലാനിങ്. സോ അതിന് വേണ്ടിയിട്ടാണ് മിസ് വന്നത്. എങ്ങനെ നമുക്ക് പഠിക്കാം, ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, എങ്ങനെ പഠിച്ച് സെറ്റ് ആക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നോക്കിക്കോടാ, ഫസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ, കുഞ്ഞു സ്റ്റോറി ആയിട്ട് പഠിക്കാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ബേസിക് സയൻസ് മിസ് എടുക്കുന്നതുകൊണ്ട് പല ഫോട്ടോ സിന്തസിസ് പഠിക്കണം എന്ന് വിചാരിച്ചോ. നിങ്ങൾ എന്ത് ചെയ്യുക, അത് ജസ്റ്റ് ഒരു സ്റ്റോറി ആയിട്ട് പഠിക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് ഓടി വരികയാണ്, അതേ സമയത്ത് അപ്പുറത്ത് ആ വെള്ളം എന്ത് ചെയ്യാണ്, ആ അടി കൂടിയിട്ട് ആ വേഗം ഒപ്പം തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കാണ് നമ്മുടെ സൂര്യപ്രകാശം എന്ത് ചെയ്തത്, നിങ്ങൾ അങ്ങനെ അടി കൂടണ്ടെന്ന് പറഞ്ഞിട്ട് ലൈറ്റ് അടിപൊളിയായിട്ട് എന്ത് ചെയ്തത്, പുറത്തോട്ട് കൊണ്ടുവന്നത്. അപ്പോഴേക്കും അവിടെ ഇലകളിൽ വെച്ചിട്ട് എന്ത് നടന്നു, ഫുഡ് ഉണ്ടാക്കി തീർന്നു, നമ്മുടെ പരിപാടി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാ, നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കോട്ട് പോലെ അല്ലെങ്കിൽ കുഞ്ഞു സ്റ്റോറി പോലെ പഠിച്ചു വെക്കാം. ചില കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ സ്റ്റോറി പോലെ പഠിച്ച എന്റെ മക്കൾക്ക് ഓർത്ത് വെക്കാൻ വളരെ സിമ്പിൾ ആയിരിക്കും. പ്രത്യേകിച്ച് സോഷ്യലിലുള്ള കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും അല്ലെ. കുറെ സത്യാഗ്രഹങ്ങളും അതിന്നൊക്കെ പഠിക്കാനൊക്കെ എന്ത് ചെയ്യുക, സ്റ്റോറി ആയിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഇനി അടുത്തത് സ്റ്റിക്കിംഗ് നോട്ട്സ്. നമ്മൾ കടയിൽ പോയി വാങ്ങിക്കാൻ കിട്ടും നമുക്ക് സ്റ്റിക്കിംഗ് നോട്ട്, വോളിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, ഇനി മുതൽ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് കുഞ്ഞു പോയിന്റ് ആക്കിയിട്ട് എഴുതിയിട്ട് നമ്മൾ നോട്ട് ഈ വോളിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതെന്താണെന്ന് അറിയാൻ വേണ്ടി പറ്റില്ലേ. നിങ്ങൾ അത് എപ്പോഴും എന്ത് ചെയ്യുക, നിങ്ങൾ എണീക്കുന്ന ആ ഒരു വോളിന്റെ അവിടെ വെക്കാം. വോൾ എണീക്കുമല്ലോ, ബെഡിൽ നിന്ന് എണീക്കുന്ന സമയത്ത് ഒരു വോള് കാണുമല്ലോ, അതിലൊട്ടിച്ച് വെച്ചാൽ നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇക്വേഷൻസ് ഒക്കെ ആണെങ്കിൽ a+b² അല്ലെങ്കിൽ a²+b² എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കുറെ ഇക്വേഷൻസ് ഒക്കെ മാത്സിലൊക്കെ വരൂലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ നോട്ടിൽ എഴുതി വെച്ചാൽ ജസ്റ്റ് എഴുതി വെച്ച് ഇങ്ങനെ നമ്മൾ കണ്ണ് തുറക്കുമ്പോൾ തന്നെ ഇത് കാണുമ്പോൾ ഒന്ന് റീഡ് ചെയ്യും. അപ്പൊ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ മെമ്മറി കൂട്ടാൻ പറ്റും. അപ്പൊ മെമ്മറി പവർ കൂട്ടുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം. അപ്പൊ സ്റ്റിക്കിംഗ് നോട്ട്സും അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അടുത്തൊരു കാര്യമാണ് സോങ്. പാട്ട് രൂപത്തിൽ പഠിക്കാം അല്ലേ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പാട്ട് രൂപത്തില്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല, എന്നാലും മിസ് ചുമ്മാ പറയാം. നമ്മളിപ്പോ ഒരുപാട് ഇങ്ങനെ വലിയതായിട്ടുള്ള പീരിയോഡിക് ടേബിൾ എന്നൊക്കെ പറഞ്ഞ വലിയ സാധനങ്ങളൊക്കെ വലിയ ക്ലാസ് പഠിക്കും. അപ്പൊ അത് മിസ് പാട്ട് രൂപത്തിൽ നിങ്ങളുടെ ചേച്ചിമാർക്ക് ഏട്ടന്മാർക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുള്ളത്. അതുപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഏത് സിമ്പിൾ ആയിട്ടുള്ള സാധനം പഠിക്കണോ അത് പാട്ട് പോലെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മറന്നുപോയില്ല. അപ്പൊ അത്രയും ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കുഞ്ഞു പാട്ട് പോലെ പഠിച്ചു വെച്ചാൽ അതെങ്ങനെ പാടി പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം സിമ്പിൾ ആയിട്ട് പഠിക്കാം. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ സിമ്പിൾ ടിപ്പാണ്.
പിന്നെ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം റിപ്പീറ്റ് ചെയ്യുക, റിവിഷൻ ചെയ്യുക. റിവിഷൻ ചെയ്യുന്തോറും നിങ്ങളുടെ മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് വരിക ചെയ്യുക. അപ്പൊ മാക്സിമം റിപ്പീറ്റ് ചെയ്യുന്നോ, എത്രത്തോളം റിപ്പീറ്റ് ചെയ്യുന്നോ അത്രയും റിസൾട്ട് നിങ്ങൾക്ക് ഷുവറായിട്ടും കിട്ടും. അപ്പൊ മക്കളെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ പഠിച്ച കാര്യങ്ങളും പിന്നെ പഠിച്ചു വെച്ചു ഒരു സാധനം 2 ദിവസം കഴിഞ്ഞ് എന്തായാലും നിങ്ങൾ മറക്കുമല്ലോ. അപ്പൊ വെറുതെ അതിന്റെ ഇടയിൽ ആ ഒരു ഗ്യാപ്പ് ഉള്ള ദിവസം മറിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു ഓർമ്മ കിട്ടും, ശരിയാണല്ലോ, ഇത് എവിടെയോ പഠിച്ച പോലെ ഉണ്ട്. പിന്നെ ഒന്നും കൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർക്കാൻ പറ്റും. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതും വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ജസ്റ്റ് പേജ് മറിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ മെമ്മറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞു ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ഫുൾ മാർക്ക് തന്നെ നമ്മൾ സെറ്റ് ആക്കാം, പൊളിയാക്കാം. കൂടാണ്ട് നമ്മൾ എല്ലാ ടീച്ചേഴ്സും നിങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ട് കട്ടയ്ക്ക് തന്നെ കൂടിയുണ്ട്. അപ്പൊ ഈ ഒരു ഇതിൽ എന്താ പറയാ, ക്രിസ്മസ് എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മക്കളും താഴെ കമന്റ് ബോക്സിൽ ഫുൾ എ ഗ്രേഡ് എന്നൊന്ന് കമന്റ് ചെയ്തോ. എനിക്കും വേണം ഫുൾ എ ഗ്രേഡ് എന്നൊന്ന് കമന്റ് ചെയ്യാം. ആർക്കൊക്കെ ഫുൾ മാർക്ക് വേണം ആഗ്രഹിക്കുന്നു നമുക്ക് നോക്കാം. അപ്പോ ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള അടിപൊളി ടിപ്സും ട്രിക്സും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ മിസ് വരും. അപ്പൊ അതുവരേക്കും ബൈ. സീ യു ഡിയേഴ്സ്, ബൈ.